നമ്മുടെ ഇന്നത്തെ യാത്ര കൊല്ലം ജില്ലയിലെ അതിമനോഹരമായ അച്ചൻകോവിൽ വനപാതയിലൂടെയാണ്. നമ്മൾ യാത്ര ആരംഭിച്ചിരിക്കുന്നത് പുനലൂരിൽ നിന്നാണ്. പുനലൂരിൽ നിന്ന് തുടങ്ങി അച്ചൻകോവിൽ വഴി ചെങ്കോട്ടയിലേക്ക് തീരുന്ന രീതിയിലാണ് ഇന്നത്തെ യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത്. ധാരാളം ചെക്ക് പോസ്റ്റുകൾ താണ്ടി വേണം നമുക്ക് ഈ റോഡ് വഴി പാസ് ചെയ്യാൻ. കേരളത്തിലെ തന്നെ അതിമനോഹരവും അതുപോലെ തന്നെ അപകടം പിടിച്ചതുമാണ് ഈ ഒരു റൂട്ട്. അങ്ങനെ പറയാനുള്ളൊരു പ്രധാന കാരണം ധാരാളം വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുള്ള റൂട്ടാണിത്. അതിൽ പ്രധാനമായും എടുത്തു പറയാനുള്ളത് കാട്ടാനയുടെ കാര്യമാണ്. പോകുന്ന വഴിയിൽ നമുക്ക് ധാരാളം എലിഫന്റ് ക്രോസിംഗ് ബോർഡുകൾ കാണാൻ സാധിക്കും. പക്ഷേ നമ്മുടെ ഇന്നത്തെ യാത്രയിൽ നമുക്ക് ആനയൊന്നും സ്പോട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ യാത്രയുടെ നടുവിൽ കണ്ടൊരു അരുവിയാണ് ഈ കാണുന്നത്. അത്യാവശ്യം ആൾപ്പാർപ്പുള്ളൊരു ഏരിയയാണിത്. ഇവിടെ നിന്ന് അച്ചൻകോവിലേക്ക് 25 കിലോമീറ്റർ ബോർഡ് നമുക്ക് കാണാൻ സാധിച്ചു. പോകുന്ന വഴികളിൽ പൈനാപ്പിൾ ഇതുപോലെ തട്ടുതട്ടായി കൃഷി ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വഴിയരികിൽ കണ്ടൊരു പൈനാപ്പിൾ തോട്ടത്തിൻ്റെ മുന്നിൽ നമ്മൾ കുറച്ചു നേരം സമയം ചെലവഴിച്ചു. അച്ചൻകോവിൽ നദിയുടെ ഭംഗി റോഡിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി നമുക്കിതുപോലെ ആസ്വദിക്കാൻ സാധിക്കും. നമ്മൾ ആദ്യമായി സ്പോട്ട് ചെയ്തത് ഒരു ആൺമയിലിനെയാണ്. മയിലിൻ്റെ ഭംഗിയെല്ലാം ആസ്വദിച്ച് നമ്മൾ യാത്ര മുമ്പോട്ട് തുടർന്നു. അങ്ങനെ ഞങ്ങൾ കൊടും വനത്തിലൂടെ സഞ്ചരിച്ച് ഏകദേശം അച്ചൻകോവിൽ എത്താറായി. പുനലൂരിൽ നിന്ന് അച്ചൻകോവിലേക്ക് ഏതാണ്ട് 42 കിലോമീറ്ററാണ്. അവിടെ നിന്ന് ചെങ്കോട്ടയിലേക്ക് 30 കിലോമീറ്ററും. അങ്ങനെ ഞങ്ങൾ അച്ചൻകോവിലേക്ക് എത്തിച്ചേർന്നു. PWDയുടെ ഒരു റെസ്റ്റ് ഹൗസ് ഇവിടെ അവൈലബിൾ ആണ്. ഇതുവരെ വന്ന യാത്ര വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം തിരക്കുള്ളൊരു ജംഗ്ഷനാണത്. ഇതിൻ്റെ സമീപമായി കുറച്ച് വീടും ആൾതാമസവുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ റോഡിൻ്റെ സൈഡിലായിട്ട് മനോഹരമായ മറ്റൊരു അരുവി നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അത്യാവശ്യം ടൂറിസ്റ്റുകളൊക്കെ ഇറങ്ങി ഇവിടെ കുളിക്കുന്നുണ്ടായിരുന്നു. എന്നാലും വലിയ തിരക്കില്ലായിരുന്നു. നമ്മൾ അടുത്തതായി സ്പോട്ട് ചെയ്തത് ഒരു കാട്ടുപന്നിയെയാണ്. ഇന്നത്തെ ഈ ഒരു യാത്രയിൽ നമുക്ക് കൂടുതലായി കാണാൻ കഴിയുന്നത് ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു അരുവികളാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട 2 എക്കോ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ്. ഒന്ന് കുംഭാവരട്ടി വാട്ടർഫാളും ഒന്ന് മണലാർ വാട്ടർഫാളും. ജൂലൈ പകുതിയിലാണ് നമ്മുടെ ഈ യാത്ര ചെയ്തത്. ആ സമയത്ത് കുംഭാവരട്ടി വാട്ടർഫാൾ ക്ലോസ്ഡ് ആയിരുന്നു. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മണലാറിൻ്റെ റോഡിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. നമ്മളിവിടെ എത്തിയ സമയം ഇവിടുത്തെ ഉള്ളിലേക്കുള്ള പ്രവേശന സമയം കഴിഞ്ഞിരുന്നു. ചുരമിറങ്ങി ചെങ്കോട്ടയിലേക്ക് പോകുന്ന വഴി വളരെ ഭംഗിയുള്ളൊരു വ്യൂ പോയിന്റ് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ തമിഴ്നാടിൻ്റെ ഗ്രാമീണത നല്ല രീതിയിൽ ആസ്വദിക്കാനായി സാധിക്കും. അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിലേക്ക് എത്തിച്ചേർന്നു. തമിഴ്നാടിൻ്റെ ഗ്രാമീണ ഭംഗികളിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ചെങ്കോട്ടയിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും. കാടും മൃഗങ്ങളും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ അച്ചൻകോവിൽ റൂട്ട്.